പുതിയ വ്ളോഗിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ഇന്നിവിടെ സായി ഭജൻ, എൻ്റെ വീട്ടിൽ ഫസ്റ്റ് സായി ഭജനാണ്. ഞാൻ താമസിക്കാൻ തുടങ്ങിയ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ വീട്ടിൽ ഫസ്റ്റ് സായി ഭജനാണ്. സോ അപ്പം അത്രയും ഒരു ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഞാൻ ഈ ഇടയ്ക്കാണ് കുറച്ച് സൈഡ് ബോട്ടിയായി വന്നു തുടങ്ങിയത്. സോ അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യണം എന്നാണല്ലോ. അപ്പോൾ ഇന്ന് ഒരു ഭജൻ ഡേ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ഉണ്ട്. സോ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇന്ന് എനിക്ക് വളരെ ഹാപ്പിയാണ്. ബിക്കോസ് എൻ്റെ വീട്ടിൽ എനിക്ക് എല്ലാവരും വരുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം എല്ലാവരും വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതിപരം ഒരു മനുഷ്യന് എന്ത് വേണം? ലൈക്ക് വെൻ യു ആർ സറൗണ്ടഡ് ബൈ പീപ്പിൾ who loves you, who you love. So I'm waiting for my friends and family to join. So yeah, let's see. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. സായിബാബയ്ക്ക് വന്നിരിക്കാനുള്ള ചെയറും കാര്യങ്ങളുമാണ്, ഭജനയ്ക്കുള്ള എല്ലാം സെറ്റായിട്ടുണ്ട്. പുള്ളിക്കാരിയാണ് ഇതിൻ്റെ മെയിൻ ഓർഗനൈസർ, ആൻറ്റിയാണ്. മതിത, പിന്നെ രാഹുൽ ചേട്ടനും ഷാറ്റൻ ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. श्री साई सर्वपापक्षयकराय नमः। ओम श्री साई सर्वरोग निवारणे नमः। ओम श्री साई सर्वबाधाहराय नमः। ओम साई തിരുനാമകീർത്തനം കാതിലെന്നെന്നും കേൾക്കുഞാൻ. കാതിൽ കേൾക്കുമ്പോൾ കണ്ണീർ തൂകുന്ന അപ്പം ഇന്നിവിടെ ഫുൾ ഭജനും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ട് വന്നതാ. പുറത്തിറങ്ങി, പുറത്ത് ഇടയ്ക്ക് മഴ പെയ്യുന്നു, നിൽക്കുന്നു. മഴ നല്ലൊരു സൈനായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ എല്ലാവരും ഭജനയിൽ കോൺസെൻട്രേറ്റഡ് ആണ്. സോ ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഇന്നത്തെ എത്തിക്കഴിഞ്ഞു, ഞങ്ങളുടെ പിള്ളേർ. ഇത് ക്രിസ്, വേണുഗോപാൽ ആൻഡ് ദിവ്യ ശ്രീധറിൻ്റെ 2 കുട്ടികളാണ്. അങ്ങനെ മായയും ദേവാനന്ദും എത്തിയിട്ടുണ്ട്. ഇന്ന് അവരുടെ പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നുവെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ വണ്ടിയിലിരുത്തി കൊണ്ടുവരാൻ പറ്റിയില്ല. അവൻ ഷട്ടിൽ കോക്ക് എടുത്തിട്ടാണ് വന്നേക്കുന്നത്. നമുക്കിന്ന് അടിച്ചു പൊളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഫുൾ പ്ലാനിങ്ങിലാണ് ഞങ്ങളിന്ന് രാത്രി. എന്തായാലും ഭജനയൊക്കെ കഴിയട്ടെ. അടിച്ചതാ ഓടിപ്പോന്നവൻ. അങ്ങനെ ഒരു രസമുള്ള ഡേ ആയിരിക്കും തോന്നുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു, സേരേനതാ പിന്നെ പോയി എടുത്തിട്ട് വരാം, എന്തായാലും സേരയും വേണമല്ലോ. ബബ്ലുവിനും ഭയങ്കര ഹാപ്പി ആയിരിക്കും സേരയെ കണ്ട. ഇനിയിപ്പം അടുത്ത ആരതിയുടെയൊക്കെ സമയമായി, നമുക്കതിലേക്ക് आश्रित कल्पलतीका
കൽപ്പനഗീത ആവൽ മാധവ ഓം ജയ ജഗദീശ ഹരേ മാതാപിതാ ഗുരുദൈവമുമയ്യന്തയുമീവേ സ്വാമിമയ്യന്തയുമീവേ നാദബ്രഹ്മ ജഗന്നാഥ നാദബ്രഹ്മ ജഗന്നാഥ നാഗേന്ദ്രാശയന ഓം ജയ ജഗദീശ ഹരേ ഓംകാരൂപ ഓജസ്വി സായി മഹാദേവ സത്യസായി മഹാദേവ മംഗളാരതിയന്തുകോ മംഗളാരതിയന്തുകോ മംഗളഗീതായ ഓം ജയ ജഗദീശ ഹരേ. നിങ്ങൾക്ക് ഈ പോർഷനിൽ ക്ലിയർ ആയിട്ട് കാണാം. ഞാനിങ്ങനെ ആരതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൂ വന്ന് ഇളകി വീഴുന്നുണ്ട് ഇതാ. അപ്പോൾ അതൊരു സൈൻ ഫ്രം ഗോഡാണ്. എപ്പോഴും സ്പിരിച്വാലിറ്റി യൂണിവേഴ്സിലൊക്കെ ബിലീവ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പം അതിനെപ്പറ്റി അവിടെ എല്ലാവരും ശ്രദ്ധിച്ച്. പിന്നെ ഈവൻ ഈ ചെയറിൽ പോലും ഒരുപാട് ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ആദ്യം ഇട്ടിരുന്നത്, ഒരു ചുളിവില്ലാതെ. ഇപ്പോൾ അതൊക്കെ ചുളുങ്ങിയിരിക്കുകയാണ്, ആരും തൊട്ടിട്ടില്ല. സോ അങ്ങനെയുള്ള ചെറിയ പ്രസൻസ് കാണിക്കുന്നതാവാം. അപ്പം എൻ്റെ കയ്യിലുള്ള പൂ വെച്ചതാ ഞാൻ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ. ശാന്തി 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 സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു. ഇത് വിഭൂതിയാണ്, അതായത് അമ്പലത്തിൽ നിന്നും പല വീട്ടിൽ ഭജന നടത്തുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭസ്മമാണ് ഫോട്ടോയിൽ നിന്നും. ഇവിടെ മാധുരി ആൻറ്റി ഓൾഡ് ഫ്രണ്ടിനോട് സംസാരിക്കും. ശ്യാമിൻ്റെ പാട്ട് അടുത്ത് കൈകൾ നീട്ടും ഹരിതാർദ്രതീരം പല ജന്മമായി മനം തേടും മൃദു നിസ്വനം വെയിലിളക പാകി മന്ദാരത്തിൻ ഇലകൾ പൊഴിഞ്ഞൊരു കൂട്ടിൽ തപസിൽ നിന്നുയരുന്ന ശലഭം പോൽ നീ ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂക്കം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവേലായി നിന്നെ മേഘമായൻ താഴ്വരയിൽ താളമായൻ ആത്മാവിൽ നെഞ്ചിലാളും മൺചിരാതിൽ നാളം പോൽ നിന്നാലും നീ ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവേലായി നിന്നെ. താങ്ക് യു. ഞങ്ങളിതാ കുറച്ച് പേര് എല്ലാം കൂടെ ചേർന്ന് ഇതാ ബാഡ്മിൻ്റൺ കളിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഇതാ 2 പട്ടിക്കുട്ടികളും ഉണ്ട്. അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ ഒരു ബഹളം തന്നെ. അതാ ഗൗരി പോയി എടുത്തിട്ട് വരാം. എന്നാണ് താങ്കൾ വരാൻ താമസിച്ചത്? ആക്ച്വലി ഞാനൊരു വർക്കഹോളിക് ആണ്. സോ
normally കാത്തിരിക്കുന്ന missing my job. അതുകൊണ്ടാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. രാവിലെ പോയി ഫിയോൻസിയെ കാണാൻ സമയം ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ എല്ലാവരും വന്നു. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇതാ കഴിഞ്ഞിരിക്കുന്നു ഹാപ്പി ആയിട്ട്. ഇറ്റ് വാസ് എ ഹാപ്പനിങ് ഡേ ഓൾ ടുഗെദർ.